ഇഡലിക്കൊപ്പം നമ്മൾ പല ടൈപ്പ് ചമ്മന്തി നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറുകിയ ചാറോടുകൂടി നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. ഇതുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ഇഡലി കഴിച്ചാലും പോരാന്ന് തോന്നുകയും ചെയ്യുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. 2 മിനിറ്റ് പോലും എടുക്കത്തില്ല ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. കൂടാതെ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതിന് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ചിരവിയ തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ്, അപ്പോൾ നമ്മൾ തേങ്ങ എടുക്കുന്നതിൻ്റെ പകുതി വേണം, നമ്മൾ 1/4 കപ്പ് പൊട്ടുകടലയാണ് ഞാൻ എടുക്കുന്നത്. പൊട്ടുകടല ഇതിന് ഉറപ്പായിട്ടും ചേർക്കണം കേട്ടോ. പൊട്ടുകടല ചേർത്തെങ്കിലേ ഇതിന് നല്ല കുറുകിയ കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ. പൊട്ടുകടല ചേർത്ത് അരയ്ക്കുന്നത് കൊണ്ട് ഈ തേങ്ങ ഒരുപാട് ചേർക്കേണ്ടി വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 എരിവുള്ള പച്ചമുളകാണ്. അതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ചെറിയ കഷ്ണം ഉള്ളിയാണ്, അതും ചെറിയ ഉള്ളി ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ ചേർക്കണം, സവാള ചേർക്കരുത് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് 1 കഷ്ണം ചെറിയ ഇഞ്ചിയാണ് ചേർക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് ഇനി ഉപ്പാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. ഞാൻ കുറച്ചാണ് ചേർക്കുന്നത്, ഒരു 1/4 സ്പൂണിൻ്റെ അടുത്തേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഉപ്പ് ആദ്യം ഒരുപാട് ചേർക്കണ്ടെന്ന് വെച്ചിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊട്ടുകടല പോലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് 1 സ്പൂൺ നല്ല ചിൽഡ്, അതായത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത തൈരൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ്. അതുകൂടെ ചേർത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇപ്പം അരയ്ക്കാൻ വേണ്ടി 1/4 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ചമ്മന്തിക്ക് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർക്കുക, കാരണം നമ്മൾ ചമ്മന്തി കടുവറുത്തെടുക്കുന്നതേ ഉള്ളൂ, ഇത് തിളപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് അരച്ച് ഒരല്പം കൂടെ വെള്ളം, അതായത് ഒരു 1/4 കപ്പിലും താഴെ കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് താളിച്ച് ചേർക്കണം. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ ഒരു 3 കഷ്ണത്തോളം ഞാൻ വട്ടത്തിൽ അരിഞ്ഞതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത് തന്നെ ആദ്യം ഇട്ട് കൊടുക്കാം എണ്ണയ്ക്കകത്തേക്ക്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ കടുക് വറുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ കടുകും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഉള്ളിയുടെയൊക്കെ ഒരു കളറൊന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്കൊരു 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു കളർ ചേഞ്ചസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളച്ചമ്മന്തി ഈ ഒരു കളറായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വെള്ളച്ചമ്മന്തി തന്നെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ നോക്കൂ, ഞാൻ ഇഡലി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇഡലിയുടെ പുറത്തേക്ക് നമുക്ക് നമ്മുടെ ചമ്മന്തി ഒഴിച്ചു കൊടുക്കാം. ഈ ചമ്മന്തി ഇതിനകത്ത് ഒഴിക്കുമ്പോൾ തന്നെ ഇതാർക്കാണ് കഴിക്കാൻ തോന്നാത്തത്? അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾക്ക് വേണ്ടി എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാ കൂട്ടുകാരും സേഫായിട്ടിരിക്കൂ.